പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞും കേൾക്കാനുള്ളത് കേട്ടും പരസ്പരം വിശ്വസിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ തലകീഴായിട്ട് മറിയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന്. ഞാനും ശ്രേയയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലെങ്കിൽ പിന്നെ ശ്രേയ എന്തിനാ ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്നേ? നീ ചിന്തിക്കുന്നത് പോലെ ശ്രേയയ്ക്ക് എന്നോട് ശത്രുതയൊന്നുമില്ല. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നപ്പോ എങ്ങനെയായിരുന്നോ അതുപോലെയാ ചീഫ് എഞ്ചിനീയർ ആയപ്പോഴും. ഫ്രണ്ടിന് ഫ്രണ്ടിന്റെ സ്ഥാനം. ചീഫ് എഞ്ചിനീയർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ, നീയും അച്ഛനും വിചാരിക്കുന്നത് പോലെ ശ്രേയ എനിക്ക് മാത്രമല്ല ജോലി കൂടുതൽ തരുന്നത്. ഓഫീസിലെ ഓരോ സ്റ്റാഫിനും ഇതുപോലെ ജോലിയുണ്ട്. ശ്രേയയും 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ രാത്രിയിൽ എന്നെ വിളിച്ചോണ്ട് പോകാൻ ഇവിടെ വരില്ലല്ലോ. അവളെന്നോട് എന്റെ ജോലിയല്ലേ ചെയ്യാൻ പറയുന്നത്. പിന്നെ സർവേ, അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും സ്ട്രിക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. അത് നീ അച്ഛനോട് പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. നീ കിടന്നു. അക്കുച്ചേട്ടാ, ഇനി എന്താ നിനക്ക്? അക്കുച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ശ്രേയ ഓഫീസിൽ ജോയിൻ ചെയ്ത കാര്യം എന്നോട് പറയാതിരുന്ന എന്താ?